ഇതൊക്കെ നല്ല മാങ്ങ പിടിക്കുന്ന പോലെ പേരാപ്പിൾ പിടിക്കുന്നത്. ഇത് ആണ് സാധനം. ഇത് കമ്പ് കൂട്ടീനകത്ത് പുഴുവുണ്ടാവും. അപ്പോൾ ഇത് രാത്രി കാലങ്ങളിൽ ഇറങ്ങി ഇത് കാർന്ന് തിന്നുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് പേരാപ്പിളിനെ പറ്റിയാണ്. ഇളന്തപ്പഴം, പേരാപ്പിൾ എന്നൊക്കെ പല പേരുകൾ അറിയപ്പെടുന്നതാണ്. ഇത് നമ്മൾ ഇപ്പോൾ ഒരു ചെടി ഇവിടെ നട്ട് അത് ധാരാളം കായ്കൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തായ്ലൻഡ് വെറൈറ്റി ഒരു പേരാപ്പിളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പേരാപ്പിൾ നടുന്ന സമയത്ത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് 2.5 അടി കുഴിയെടുത്ത് അതിൽ കമ്പോസ്റ്റൊക്കെ നിറച്ച് കുറച്ച് എല്ലുപൊടിയൊക്കെ കൂട്ടി നിറച്ച ശേഷം അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത ഗ്രാഫ്റ്റ് ചെയ്ത നല്ല പേരാപ്പിളിൻ്റെ തൈ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ നട്ടതിന് ശേഷം നമ്മൾ പേരാപ്പിളിന് പ്രത്യേകിച്ച് വലിയ പരിചരണം ആവശ്യമില്ലാത്തൊരു ഫ്രൂട്ടാണ്. നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ നടുന്ന സമയത്ത് തന്നെ ധാരാളം ജൈവവളം ഉപയോഗിക്കുക. പിന്നീട് കാര്യമായിട്ടൊന്നും വളം ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ലോണം വളമൊക്കെ ഉപയോഗിച്ച് നമ്മൾ നട്ട ഒരു ചെടിയാണിത് പേരാപ്പിൾ. ഇത് ധാരാളം കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കണല്ലോ. ധാരാളം നിറച്ച് കൊലയായിട്ടാണ് പിടിക്കുന്നത്. ഇതൊക്കെ നോക്കിയാൽ അറിയാം. ഉണ്ടോ? ഇതൊക്കെ നല്ല മാങ്ങ പിടിക്കുന്ന പോലെ പേരാപ്പിൾ പിടിക്കുന്നത്. ഇത്ര നല്ല ഇത് നമ്മുടെ അനുഭവത്തിൽ ഇതിന് 1-2 കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള. ഇത് മഴയ്ക്ക് മുമ്പ് നല്ലോണം പൂവായിരുന്നു. അപ്പോൾ ഇത് പൂവെല്ലാം കണ്ടപ്പോൾ നമ്മൾ വളരെ സന്തോഷമായിരുന്നു. നിറച്ച് കാ പിടിക്കുന്ന രീതിയിലേക്ക് നല്ല കമ്പെല്ലാം നിറച്ച് പൂവായിരുന്നു. പക്ഷേ ആ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയി. അത് കാരണം നമ്മൾ മനസ്സിലാക്കിയത് മഴയായിട്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ പൂവൊന്നും പൊഴിഞ്ഞു പോകാൻ സാധ്യതയില്ല. ഇപ്പോൾ ചെറിയൊരു ഇതൊക്കെ ആയിട്ട് വന്ന് ചെറുതായിട്ട് മുട്ടിച്ച് അതിൻ്റെ പൂവെല്ലാം മാറി കായ പിടിക്കുന്ന സമയത്താണിത് ഉണങ്ങി അത് നശിച്ചു പോകുന്നത്. അപ്പോൾ അതിന് ശേഷം മഴയെ കഴിഞ്ഞ ശേഷമാണ് രണ്ടാമത് ഇത് എപ്പോഴും പൂവായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇതിനെ നോക്കി അറിയാം. പൂവ് കണ്ടോ? ഇതൊക്കെ പൂ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും പൂവുണ്ട് കണ്ടോ? പൂക്കൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ പൂ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത് വേനൽക്കാലത്താണ് ഇത് കായ പിടിക്കാൻ അനുകൂലമായ കാലാവസ്ഥയുള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് നിറച്ച് ഏകദേശം 2-3 കമ്പ് നിറച്ച് കാ പിടിച്ചു. കുറച്ച് കമ്പെല്ലാം ഉണങ്ങിപ്പോയി. ഇത് പൊതുവെ കാണപ്പെടുന്നതാണ് ഇതിന് ഉണക്കം. നമ്മൾ ചെടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ രോഗങ്ങൾ കമ്പ് ഉണക്കമാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ അത് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു പഴമാണ്. അപ്പം ഇതിനെ നമ്മൾ വേറൊരു നമുക്കൊരു കാണാൻ പറ്റുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത്തിരി ഈ പുഴു കൂടുന്നുണ്ട് രോഗമായിട്ട് കാണുമ്പോൾ. അപ്പോൾ ഞാൻ അതിനെല്ലാം പറിച്ച് കളഞ്ഞതാണ്. അതിന് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. അതിൻ്റെ ഒരു വീഡിയോ ഇത് ആണ് സാധനം. ഇത് കമ്പ് കൂട്ടീനകത്ത് പുഴുവുണ്ടാവും. അപ്പോൾ ഇത് രാത്രി കാലങ്ങളിൽ ഇറങ്ങി ഇത് കാർന്ന് തിന്നുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് നമ്മൾ ചവിട്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇത് പോകുന്ന കാണാം. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരു രോഗം വരുന്നുണ്ട്. ഇത് കമ്പ് കൂട്ടി പുഴു കൂടുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറിച്ച് കളയുക മാർഗ്ഗമുള്ളൂ. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിന് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് അത് മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ സാഫ് ഫംഗിസൈഡ്, സാഫ് അല്ലെങ്കിൽ ഫൈട്രാൻ എന്ന് പറഞ്ഞാൽ കുമിളുനാശിനി ഒന്ന് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അത് പൂവിട്ട് വരുന്ന സമയത്ത് അടിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. ഇതൊക്കെയാണ് ഇതിപ്പോൾ നമുക്ക് നട്ടിട്ട് 4 വർഷമായ ഒരു ചെടിയാണിത്. പാകമായ ഒരു പഴമുണ്ട് പറിക്കാനായിട്ട്. കണ്ടോ? ശരിക്ക് പഴുത്ത് പാകമാകുമ്പോൾ ഇതിൻ്റെ കളർ മാറും. ഒരു മഞ്ഞ കളർ പോലെ വരികയാണ്. ഇത് പറിക്കുകയാണ്. കേട്ടോ? ഇതാണ്. ഇത് എണ്ണം കുറവാകുമ്പോൾ ഇതിന് കായുടെ വലിപ്പം കൂടുതലായിരിക്കും. പക്ഷെ കൂടുതൽ എണ്ണം ഉണ്ടാകുമ്പോൾ കായുടെ വലിപ്പം കുറഞ്ഞിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി. ഇത് ഇപ്പോൾ പോയിട്ട് ഇതാണ് ഞാൻ കഴിഞ്ഞ മഴയുടെ തുടങ്ങുന്നതിന് മുമ്പ് വന്ന് ഇത് നിറച്ച് കായായിരുന്നു. ഇതിനകത്ത് പൂ പിടിച്ചായിരുന്നു. ഇത് ഉണങ്ങിപ്പോയതാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ശേഖരങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഇതെല്ലാം ഇനി അടുത്ത സീസൺ അവിടെ ധാരാളം പിടിക്കും. ഇതിപ്പോൾ നമ്മൾ ഒരു പേരാപ്പിൾ ഗ്രാഫ്റ്റ് ചെയ്ത് തയ്യാണ് നമ്മൾ നടുന്നത്. അപ്പോൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം
പല ആൾക്കാരും ശ്രദ്ധിക്കുകയില്ല. ഈ ഗ്രാഫ്റ്റ് ചെയ്ത നല്ല ആ വെറൈറ്റി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച ബെയർ അത് ശോഷിച്ചിരിക്കുകയും അതിൻ്റെ അടിയിൽ നിന്ന് പുതിയ തളിപ്പുകൾ വന്ന് അത് ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഈ അവിടെ മെല്ലെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുക. അത് മരത്തിൻ്റെ തൈ ഇങ്ങനെ വളർന്നു വരും. കുറേ അതിന് നല്ല ധാരാളം മുള്ളുകളൊക്കെ ഉണ്ടാവും. നമ്മൾ കുറേ കഴിയുമ്പോൾ ആൾക്കാർ ഇത് കായ്ക്കുന്നില്ല എന്ന സംഭവം. അപ്പോൾ പായ നിറച്ച് മുള്ളായിരിക്കും, അത് തൊടാൻ പറ്റില്ല, അതുപോലെ മുള്ളായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നമ്മളിതിൻ്റെ ആ ഫസ്റ്റ് സ്റ്റേജിൽ ഇതിനെ മേലോട്ട് വളരാൻ ഗ്രാഫ്റ്റ് ചെയ്ത ആ ഭാഗം മാത്രമേ മുകളിലോട്ട് വളരാൻ അനുവദിക്കാവൂ. മറ്റേ താഴെ വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്ത് കളയണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പടർന്നു വരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് ധാരാളം കായ്കൾ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ ധാരാളം പഴങ്ങൾ കിട്ടും. ഏകദേശം ഇതിൻ്റെ പഴത്തിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആപ്പിളിൻ്റെ ടേസ്റ്റാണ്. ആപ്പിൾ കഴിക്കുന്നത് അത്ര മധുരമില്ല, ഏകദേശം അതേ മോഡലൊരു പഴമാണ്. അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള പഴമാണ്. അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും നല്ലത് ചൂട് കാലാവസ്ഥയിലാണ് കൂടുതൽ ഇത് കായ് തരുന്നു തോന്നുന്നു. ഇപ്പം തണുപ്പുള്ള സ്ഥലങ്ങൾ അത്രയും ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കും നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാനുള്ളത്. അപ്പം കാര്യമായ പരിചരണവും ഒന്നും വേണ്ടാത്ത നമുക്ക് ആവശ്യത്തിന് പഴങ്ങൾ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ബെയർ ആപ്പിൾ അല്ലെങ്കിൽ ഇളന്തപ്പഴം എന്ന് പറഞ്ഞ്. അപ്പം എല്ലാവരും ഒരു ചെടിയെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാം. ഇതിൻ്റെ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ നഴ്സറിയുടെ നമ്പർ. അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരെ ബന്ധപ്പെടുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.